വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. കോതമംഗലം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി പേർക്ക് നായയുടെ കടിയേറ്റു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ 7 പേരും സ്വകാര്യ ആശുപത്രിയിൽ 2 പേരും ഉൾപ്പെടെ 9 പേരാണ് നായയുടെ കടിയേറ്റ് ആശുപത്രിയിലായത്. കോതമംഗലം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി പേർക്ക് ഇന്ന് രാവിലെ നായയുടെ കടിയേറ്റു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ 7 പേരും സ്വകാര്യ ആശുപത്രിയിൽ 2 പേരും ഉൾപ്പെടെ 9 പേർ ചികിത്സ തേടി. പേയുണ്ടെന്ന് സംശയിക്കുന്ന നായയെ പിന്നീട് അവശനിലയിൽ റോഡരികിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓമന, രാജപ്പൻ, മേരി കുര്യാക്കോസ്, ബിന്ദു ആന്റണി, KB ചന്ദ്രശേഖരൻ, രാജമ്മ, PC ജോസ്, എൽസമ്മ രാജൻ, സുമ, ജോമി എന്നിവരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത്. എൻ്റെ കാരണം മുമ്പിൽ പച്ചക്കറി ഓടിക്കാൻ വന്ന പച്ചക്കറി ഓടിച്ച് വണ്ടി വെച്ചിട്ട് വണ്ടി കയറിയപ്പോൾ തന്നെ കുറേ കാലം പിടിച്ച് വലിച്ചു. ഞാൻ കുറച്ച് കളിച്ച് പോവുകയും ചെയ്തു. അത് ബ്ലഡ് വന്നു. അപ്പോൾ ഓടിപ്പോയേക്ക് 3-4 പേരെ കടിച്ചാൽ പോവുകയും ചെയ്തു. പട്ടികൾ കോഴിപ്പള്ളി ഭാഗത്തേക്ക് അതേ ഭാഗത്തേക്ക് ഇത് സംഭവിച്ചു. എൻ്റെ നാടിൻ്റെ ഫ്രണ്ടിൽ വെച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു പെണ്ണ് ചെറുതായിട്ടൊരു പെണ്ണ് അത് വീണുണ്ട്. അപ്പോൾ പട്ടി തട്ടി വീണാന്നാണ് ഞാൻ ധരിച്ചത്. അങ്ങനെ നോക്കിക്കൊണ്ട് ജോലിയല്ല പട്ടി പുറയെന്ന് വെച്ചാൽ ചറ പറയാൻ 3-4 കടിയൊന്നും എടുത്തു. 3-5 കടി കടിച്ചു. ഞാൻ പട്ടി ഓടിക്കുന്നതെന്ന് വെച്ചിട്ട് അവിടെയുള്ള ആൾക്കാരങ്ങ് അന്തമിട്ട് പോയി. അപ്പോഴത്തേക്കും നായയെ പിന്നീട് അവശനിലയിൽ കണ്ടെത്തി. കടിയേറ്റവരെ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. MLAക്കൊപ്പം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, കൗൺസിലർ PR ഉണ്ണികൃഷ്ണൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ എന്നിവരും ഉണ്ടായിരുന്നു. സ്കൂട്ടറിൽ നിന്നിറങ്ങിയ ഉടനെ പുറകിൽ നിന്ന് നായ കാലിൽ കടിക്കുകയായിരുന്നുവെന്ന് ബിന്ദു ആന്റണി പറഞ്ഞു. 2 വീലർ നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ പട്ടി പുറകിൽ നിന്ന് പിടിച്ച് കടിക്കുകയായിരുന്നു. എന്നത് കടിക്കുന്നതെന്ന് കണ്ടില്ല. അത് നോക്കിയപ്പോഴാണ് പട്ടിയെന്ന് വെച്ചാൽ ഒരു തുണിയും പിടിക്കുന്നത്. KSRTCയുടെ നേരെ ഓപ്പോസിറ്റ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.